ഹലോ ഗൈസ്, പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ചങ്കാളക്കൂടെ ഞങ്ങൾ മലേഷ്യയിലേക്ക് ഒരു ടൂർ പോവുകയാണ്. 8 ദിവസത്തെ പ്ലാനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ ബോഡി പാസ്സൊക്കെ കയ്യിൽ കിട്ടി. ഞങ്ങൾ നേരെ പ്ലെയിനിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല നമ്മൾ പ്ലെയിന് കയറുന്നത്. നമ്മളിതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ പ്ലെയിനിൽ കയറുന്നത്. ഒരു പ്രാവശ്യം ഡൽഹി അതുപോലെ അങ്ങനെ ഹൈദരാബാദൊക്കെ പോയിരുന്നിട്ട് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ അവനാൻ്റെ സീറ്റൊക്കെ കൺഫേം ആക്കി വിമാനം നേരെ പറന്നുയർന്നു. അപ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ റൺവേ ആണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പൈലറ്റ് വിമാനത്തിൽ കയറി പൈലറ്റ് പറന്ന് ഉയർത്താനുള്ളൊരു ശ്രമത്തിലാണ്. താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. എൻ്റെ മക്കളെ, അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയത്. ഏകദേശം നൈറ്റിക്ക് 11:30 ഫ്ലൈറ്റിനാണ് പോയത്. എയർ ഏഷ്യ വിമാനത്തിലാണ് പോയത്. ഇപ്പോൾ നമ്മളിവിടെ കോലാലംപൂർ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സമയപ്രകാരം ഞങ്ങൾ 7 മണിക്കാണ് ഇവിടെ എത്തിയത്. നാട്ടിലത്തെ സമയം ഇവിടുത്തെ മലേഷ്യയിലെ സമയം നോക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂറിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. നമ്മളെ ഡ്രൈവർ ഫൈറോസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലത്തെ ആൾ തന്നെയാണ്. നമ്മളെ ഡ്രൈവർ ഫൈറോസ് നമ്മൾ കണ്ട്. അവനവിടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യേണ്ടത് തന്നെയാണ്. ഈ ജീപ്പ് ഇവരെ സ്വന്തം ജീപ്പ് തന്നെയാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് അതുപോലെ അവരെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഓടുന്ന ഒരു വണ്ടിയാണിത്. രാവിലത്തെ ഭക്ഷണം ഏതായാലും കഴിച്ചിട്ടില്ല. അപ്പോൾ ചായ കുടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ എയർപോർട്ടിൽ വിമാനത്തിൽ കയറാത്തതിന് മുന്നേ ഭക്ഷണം കഴിച്ചതാണ്. അങ്ങനെ ഇവിടെ അടുത്തൊരു തമിഴന്മാർ ഹോട്ടലുണ്ട്. നല്ല ഫുഡാണ്. കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. മലേഷ്യയിൽ ചായ കുടിച്ചാൽ കഴിക്കാം കേട്ടോ. ചായ കുടിച്ചാൽ രാവിലത്തെ ചായ കൂടി അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി എന്തെല്ലാം തിന്നാൻ കിടക്കുന്നത് അതാ നീ ക്ലാസ് കാട്ടിത്തരാം. ഇതാ കണ്ടില്ല, നമ്മളെ നാട്ടിലത്തെ ഫ്ലാസ്ക്കാണ്. നമ്മൾ ആസ്പത്രിക്കൊക്കെ ഫ്ലാസ്ക് പാർസൽ കൊണ്ടുപോകണേ ആ സാധനത്തിലാണ്. 3 ആൾക്ക് ചായ കുടിച്ച ആളുണ്ട് കണ്ടോ. തമാസല്ല. ഈ പൊറാട്ട ഇറങ്ങണോ? പൊറാട്ട മറ്റേ മൈദക്ക് പോയത് സംശയമുണ്ട്. ഈ പൊറാട്ട എന്നിട്ട് എടുത്തരാം കേട്ടോ. പച്ചളം വേണം. അതിന് വേറെ കൈ എടുക്കണോ? പൊറാട്ട നിങ്ങൾ പൊറാട്ട കണ്ടില്ല, മുറിച്ച് കാണ്ട കിട്ടി. ഇത് സാമ്പാറല്ലേ? ഇത് സാമ്പാറല്ലേ? മീൻ കറിയോ? വേറെ സാലന. അങ്ങനെ അവിടുത്തെ നമ്മൾ മലേഷ്യൻ ഫുഡൊക്കെ കഴിച്ച് അവിടെ പൊറാട്ട എന്ന് പറയുമ്പോൾ റൊട്ടി എന്നൊക്കെയാണ് അവിടെ പറയണത്. അപ്പോൾ പൊറാട്ട കണ്ടപ്പോൾ വിചാരിച്ചു നാട്ടിലത്തെ പൊറോട്ടേൻ്റെ പോലെയൊക്കെ നമ്മൾ വയറിന് അസ്വസ്ഥത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് പൊറാട്ടയാണ്. പിന്നെ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പിൽ നിർത്തി. നമ്മളെ നാട്ടിലത്തെ പോലെ അവിടെ പെട്രോൾ പമ്പിന് അവിടെ അടിച്ചു തരാൻ അവിടെ ജോലിക്കാരോ പണിക്കാരോ ഒന്നുമില്ല. ഏതായാലും 50 റിങ്കറ്റ് ഞങ്ങൾ മലേഷ്യൻ പൈസ 50 റിങ്കറ്റ് നമ്മൾ പെട്രോൾ അടിച്ച്. പിന്നെ നമ്മൾ നേരെ നമ്മളെ ഇസ്ലാൻഡിറ്റും ഇവിടെ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇതാണ് നമ്മളെ ഇസ്ലാൻഡിറ്റ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ. ഡേ ടു ഡേ എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. നിയർ ബുക്കിറ്റ് ജെൽ സ്റ്റേഡിയം, ബുക്കിറ്റ് ഓഞ്ചി എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. സ്ഥലപ്പേര് അതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ആളുകൾ നമ്മളെ മലയാളീസിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് കയറാൻ ശ്രമിക്കുക, ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങുക. പിന്നെ ഈ വെള്ള ഷർട്ടിക്കണ ഇസ്ലാൻ്റെ ജ്യേഷ്ഠനാണ് ഇസാൻ. അവൻ 20 വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് നേരെ ഇസ്ലാൻ്റെ ഫ്ലാറ്റാണ് ഈ കാണുന്നത്. അവൻ്റെ റൂമിൽ പോയി. ഇതവൻ്റെ കുട്ടികളാണ് കേട്ടോ, ഇസ്ലാൻ്റെ കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തോട്ട് അവരെ ഒരു ഹോട്ടലുണ്ട്, ദാവത്ത് ഹോട്ടൽ. അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് കാണിച്ചു തന്നത്. ഇവിടെ താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. ആ ദൂരെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡിൽ കൂടി പോയിട്ടാണ് അവരുടെ ഹോട്ടൽ. ഏകദേശം ഈ ഫ്ലാറ്റിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്ററുള്ള യാത്ര ദൂരമുണ്ട്. അപ്പോൾ ഇവിടുന്ന് മെട്രോ ഉണ്ട്. അതുപോലെ കൂടുതൽ ടാക്സിയൊക്കെയാണ്. നമ്മൾ ഓൺലൈനിൽ ടാക്സിയൊക്കെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ സ്പോട്ടിൽ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് ടാക്സി വരും. അങ്ങനെയാണ് ഇവിടുത്തെ കൂടുതൽ നമ്മൾ യാത്രക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ മെട്രോ ഉണ്ട്. അങ്ങനെ ഏതായാലും ഇവിടുന്ന് കുറച്ച് ദൂരെ മെട്രോക്ക് നടക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ മെട്രോക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഇവിടെ ഈ താഴെ കാണുന്നൊരു സ്വിമ്മിംഗ് പൂളാണ്, കണ്ടില്ലേ? ഏകദേശം ഒരു 38-45 ഒക്കെ ഹൈറ്റുള്ള ഒരു ഫ്ലാറ്റിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഈ റൂം.
അപ്പോൾ ഇവരെ റൂമിൽ നിന്ന് താഴോട്ട് നോക്കുന്ന കാഴ്ചയാണ് കാണുന്നത്, സ്വിമ്മിംഗ് പൂളൊക്കെ. അവിടുന്ന് നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി നമ്മൾ നേരെ നമ്മളവിടെ ഹോട്ടലിലേക്ക് പോവാം, ദാവത്ത് ഹോട്ടലിലേക്ക് പോവാം. ഇതാരൊക്കെ അറിയാം, ഇതാ നമ്മളെ ഇസ്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരാണെന്നാ. നമ്മളെടുക്കാൻ പോകണ്ടേ? ബുക്കിലാണ് പിന്നാങ്ങി എല്ലാത്തിനും പേരും വേറെ ആള് വേണ്ട ദുർമതി. ഇനി വാ അവിടെ ഇങ്ങോട്ട് വാ. പോട്ടത് ഇങ്ങനെ കാട്ടി തരും കേട്ടോ. നമുക്ക് കയറാനുള്ള മെട്രോ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ കയറാണ്. ഞങ്ങൾ നേരെ ദാവത്ത് ഹോട്ടലിൽ പോവാണ്. അവിടെ നല്ല നമ്മളെ നാടൻ ഫുഡും ഒക്കെ ഉണ്ട്, നമ്മളെ നാടൻ ചോറ് വരെ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. ഏകദേശം ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 2 മണി സമയമായി തുടങ്ങി. ട്രെയിനിൽ വലിയൊരു തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, ആളുകളൊക്കെ കുറവാണ്. ആ പറഞ്ഞ ഹോട്ടലൊക്കെ ഇവിടെ ഇസ്ലാവും അതുപോലെ ഇവിടെ നമ്മളെ തുറമുദി എന്നൊക്കെ പറയണ്ടേ, അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് വേറെ 1-2 പാർട്ണർമാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ അവരാ ഹോട്ടലിൽ പോവാണ്. നമ്മളെ നാട്ടിലത്തെ മലയാളീസ് ആളുകളൊക്കെ അവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്. ഈ മെട്രോയിലെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ സുഖകരമായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. അത് നമ്മുടെ സ്ഥലം ഇവിടെ എത്താറായി. ഈ ദൂരെ കാണുന്ന ആ ഒരു മുകളിലെ വടി പോലെ നിൽക്കുന്ന ഒരു കെട്ടിടമാണ് മെർത്തക്ക 118. നമ്മുടെ ബുർജ് ഖലീഫ, ലോകത്തിലെ 1-ാം നമ്പർ ബുർജ് ഖലീഫ ആ ഒരു കെട്ടിടം കഴിഞ്ഞാൽ ലോകത്തിലെ 2-ാം സ്ഥാനമാണ് ഈ ഒരു കെട്ടിടത്തിന്. ഇത് ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ KL ടവർ അവിടെ കാണാം. അമ്പര ചുംബികളായിട്ടുള്ള ഒരുപാട് ഉയരം കൂടിയ ബിൽഡിങ്ങൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ അവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. മക്കളെ നമ്മളെ സ്പോട്ട് എത്തി. ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ്, ദാവത്ത് റെസ്റ്റോറൻറ്റ്. കേരള, മലബാറി, സൗത്ത്, നോർത്ത് ഇന്ത്യൻ എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കുന്നതാണ്. അത് കൂടാതെ തന്നെ പൊതിച്ചോറ് കിട്ടും. നമ്മുടെ നാട്ടിൽ നമ്മളെ വായൻ്റെയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നാടൻ ചോറ് കിട്ടും. ഞാൻ 2-ാമത്തെ ദിവസം ഞാനിവിടെ നാടൻ ചോറ് കഴിച്ച്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ രുചി, നാട്ടിലത്തെ അതേ പണ്ടാരികളൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യണത്. എല്ലാ ഐറ്റംസും കൂടെ കിട്ടും. അതുമാത്രമല്ല ഇവിടെ ഓൺലൈനിലും രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫുഡ് ലഭിക്കുന്നതാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ബുക്കിത്ത് പിൻതാങ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഫുഡ് സ്ട്രീറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ഏതായാലും മലയാളീസ് ആളുകളൊക്കെ ആരും വരികയാണെങ്കിലും ഇവിടെ ഒന്ന് കയറുക. ഒരുമിച്ചുള്ള പരിപാടിയുള്ളൂ. ഇവിടെ കജ്ജെടുക്കണം മനസ്സിലാവുന്നത്. ഏത് ഭക്ഷണം ചോദിച്ചാലും നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് കിട്ടും. ചിക്കൻ ബിരിയാണി ആകട്ടെ, വേറെ ബീഫ് ബിരിയാണി ആകട്ടെ, മട്ടൻ ബിരിയാണി ആകട്ടെ, ഇല്ലാത്തൊരു ഐറ്റംസ് ഇല്ല. കാരണം അത്രക്കും നമ്മൾ ഈ ഒരു 8 ദിവസം പോലെ നമ്മളിവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ദിവസമാണ്. നമ്മൾ 8 ദിവസം നമ്മൾ എന്തായാലും ഇവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ നമ്മളെ ചങ്കാളൊക്കെയാണ്. അപ്പോൾ ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ കൂടാതെ നമ്മൾ ഷെഫീക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട്. കാരണം എല്ലാവരും നമ്മൾ അവിടെ നിന്ന് കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? നമ്മൾ പുറത്ത് റോട്ടിൽ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇതൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ കാഴ്ച തന്നെയാണ്. പിന്നെ ടൗൺ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടില്ലേ എന്തൊരു വൃത്തിയാണ് ടൗണും കാര്യങ്ങളൊക്കെ. നമ്മളെ നാടൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിലേ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളെ നാടും മറ്റുള്ള ചുറ്റുപാടുകളൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ആയതുകൊണ്ടിപ്പോൾ ഏകദേശം 6 മണി സമയത്ത് തുടങ്ങി നമ്മൾ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ മുകളിൽ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ആകെ ടയറാണ്. അപ്പോൾ ഞാൻ ഫ്രഷപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ ഇനി നാളെ മറ്റുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്നത് ഒരു മെട്രോ പാലാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളെ ഫ്ലാറ്റ്, നമ്മളെ റൂമിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കാണും കേട്ടോ. അത് മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരം ഗംഭീരമായിട്ടുള്ള കാഴ്ചകളുണ്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പോലെയുള്ള ഇവിടെയൊക്കെ നൈറ്റ് ലൈഫാണ്. 4 മണി 5 മണി ഒക്കെ സമയമാകുമ്പോഴത്തേനാണ് ആളുകളൊക്കെ പുറത്തോട്ടിറങ്ങുക. കൂടുതലും ഇവിടെ ചൈനക്കാരാണ്. പിന്നെ മലയക്കാർ കുറവാണ്. കാരണം മലേഷ്യൻ ആളുകളൊക്കെ കുറവാണ്, അവിടുത്തെ സ്വദേശികൾ. ഇനി അടുത്ത കാഴ്ചകൾ പറഞ്ഞു തരുന്നത് ഫുഡ് സ്ട്രീറ്റത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഫുഡ് സ്ട്രീറ്റത്തെ കൂടുതൽ കാഴ്ചകളുമ്പോൾ ഞാൻ വീണ്ടും എത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഏതായാലും ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷപ്പായിട്ട് ഞങ്ങളൊന്ന് ശരിക്കൊന്ന് ഉറങ്ങട്ടെ. എന്നാലും രാവിലെ നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. ഫുഡ് സ്ട്രീറ്റത്തെ കാഴ്ചകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.
സെറ്റപ്പ്